നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് PJ ജോസഫിന്റെ പുതിയ അവകാശവാദം. ഇടുക്കി ആർക്കും കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് PJ ജോസഫ്. ഇടുക്കി കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റാണെന്നും ഇപ്പോഴും അവകാശമുണ്ടെന്നും PJ ജോസഫ് പറയുന്നുണ്ട്. ഇടുക്കി സീറ്റിന് ഇതുവരെ കോൺഗ്രസ് അവകാശം ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. യഥാർത്ഥ കേരള കോൺഗ്രസ് ഒന്നാണെന്നും അത് ബ്രാക്കറ്റില്ലാത്ത കോൺഗ്രസ് ആണെന്നും കേരള കോൺഗ്രസ് എമ്മിനെ പരിഹസിച്ച് PJ ജോസഫ് പറയുന്നുണ്ട്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. PJ ജോസഫിന്റെ ഈ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിജയമുറപ്പിക്കാൻ ഓരോ മണ്ഡലങ്ങളെയും നിരീക്ഷിച്ച് നിർണായക നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുമ്പോൾ കല്ലുകടിയാവുകയാണ് PJ ജോസഫിന്റെ പ്രതികരണം. 10 സീറ്റിൽ തന്നെ മത്സരിക്കണമെന്നാണ് ഉന്നതാധികാര സമിതി യോഗത്തിലെ തീരുമാനം. സീറ്റ് വിഭജന ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും പാർട്ടി ചെയർമാൻ PJ ജോസഫിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി മത്സരിക്കുന്ന ചില സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് ആവശ്യവും പരിഗണിക്കും. നിലവിൽ മത്സരിക്കുന്ന 10 സീറ്റുകളും വേണമെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. ഏറ്റുമാനൂർ, കോതമംഗലം, കുട്ടനാട്, ഇടുക്കി സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സീറ്റുകൾ നൽകുന്നതിനോട് കേരള കോൺഗ്രസിന് വിയോജിപ്പാണ്. പൂഞ്ഞാർ പകരം നൽകിയാൽ ഏറ്റുമാനൂർ കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാണ്. സീറ്റുകൾ വെച്ചുമാറുമ്പോൾ കേരള കോൺഗ്രസിന് പ്രധാനപ്പെട്ട സീറ്റുകൾ പകരം ലഭിക്കണമെന്ന ആവശ്യമാണ് PJ ജോസഫ് ഉയർത്തുന്നത്. കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഒരു തരത്തിലും PJ ജോസഫ് മുതിരില്ലെന്ന് തന്നെയാണ് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഒറ്റക്കെട്ടായി കോൺഗ്രസ് കേരളം പിടിക്കാൻ ഒരുങ്ങുമ്പോൾ വിലങ്ങുതടിയാകാതെ PJ ജോസഫ് അനുരഞ്ജനത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് സംബന്ധിച്ച് PJ ജോസഫിന്റെ പ്രതികരണം ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. അത് എപ്പോഴും അവസാന നിമിഷത്തിൽ തീരുമാനമാകുള്ളൂ. അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇല്ല, ഒരു തടസ്സമില്ല. അല്ല, അത് മ്യൂച്വലായിട്ട് ചർച്ച ചെയ്ത് ചിലപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തേക്കാം. ഇടുക്കി സീറ്റ് ഉൾപ്പെടെ എങ്ങനെയാണ്? അല്ല, പിന്നെ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് കഴിഞ്ഞ മത്സരിച്ച സീറ്റാണ്. ഇത്തവണ നമ്മുടെ അവകാശം അവിടെ നിൽക്കുന്നു. ചർച്ചകൾക്ക് ഒരു ഉപാധികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഉണ്ടാവും. ചില സീറ്റുകളുടെ കാര്യത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടിട്ട് വേണമെന്ന് പറഞ്ഞ DCC ഉൾപ്പെടെ KPCC എൻ്റെ അടുത്ത് അവരാരും പറഞ്ഞിട്ടില്ല.